നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. 1975 കാലഘട്ടത്തിൽ ഊരുട്ടമ്പലം പഞ്ചമി LP സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്. ഏകദേശം 70ഓളം പേർ അടങ്ങുന്നതാണ് ഈ കൂട്ടായ്മ. കഴിഞ്ഞ 10 വർഷമായി വിവിധ പരിപാടികളുമായി ഈ സംഘടന മുന്നോട്ട് പോകുന്നുമുണ്ട്. ഒന്നാം പള്ളിക്കുടം 1975 എന്നാണ് ഈ കൂട്ടായ്മയുടെ പേര്. ഒരുമിച്ച് പഠിച്ച അംഗങ്ങൾക്ക് പരസ്പരം സഹായം ചെയ്യുക, വിശേഷ ദിവസങ്ങളിൽ ഒത്തുചേരുക മാത്രമല്ല ഈ കൂട്ടായ്മയുടെ സവിശേഷത. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും നിരവധി പേർക്ക് ധനസഹായവും ഈ സംഘടന ചെയ്യുന്നുമുണ്ട്. അവസാനമായി ഇവർ ഒത്തുകൂടിയത് കാട്ടാക്കട കുളർത്തൂർമല വൃദ്ധസദനത്തിലായിരുന്നു. സ്കൂളിലെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് SSLC +2 വിദ്യാർത്ഥികളെ ആദരിക്കുകയുമുണ്ടായി. കൂട്ടായ്മയുടെ പ്രസിഡന്റ് N. സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 7ാം ക്ലാസ് കഴിഞ്ഞ് പല മേഖലയിലേക്ക് മാറുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നു. വാട്സാപ്പ് എന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചൂട്ട് വീണ്ടും ഒരുമിക്കുന്നു, പല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. ക്രമേണ അവർ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒത്തിരി ആക്ടിവിറ്റീസ്, ഗുരുക്കന്മാരെ ആദരിക്കൽ, രക്ഷകർത്താക്കളെ ആദരിക്കൽ, അങ്ങനെ കുട്ടികൾക്ക് മാതൃകയാകുന്ന, സമൂഹത്തിന് മാതൃകയാകുന്ന ഒത്തിരി പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞ 4-5 വർഷമായി ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. വളരെ പുണ്യം നിറഞ്ഞ പവിത്രമായ ഈ പ്രോഗ്രാമിലേക്ക് നാം ഇന്ന് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അംഗങ്ങളുടെ മക്കൾ കഴിഞ്ഞ അധ്യയന വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. അവരെ അനുമോദിക്കുന്നതിനും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു മക്കൾക്ക് ദിശാബോധം നൽകുന്ന, അവലോകനം നടത്തുന്ന, ജീവിത പാഠങ്ങൾ പഠിക്കുന്ന അവബോധന ക്ലാസ് നടത്തുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച ഒരു സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. K. സുരേഷ് അവബോധ ക്ലാസ് അവതരിപ്പിച്ചു. പത്തനംതിട്ട ജില്ലാ സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. AK. സജീവ്, ജ്യോതി പ്രകാശ്, ഏലിയാമ്മ എന്നിവർ സംസാരിച്ചു. ഞാൻ 4 തരം വിദ്യാർത്ഥികളെ കുറിച്ച് പറയും, പ്രതീകാത്മകമായിട്ടാണ്. ഇതിൽ ഏതാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്ന് നിങ്ങൾ പറയണം. 4 കുപ്പി ഗ്ലാസ്സിൽ വെള്ളം വച്ചിട്ടുണ്ടെന്ന് വയ്ക്കും. ഇതിൽ ഓരോ തുള്ളി വെള്ളവും സമൂഹത്തിൽ ഓരോ വ്യക്തികളായിട്ട് സങ്കല്പിക്കും. ഓരോ തുള്ളി വെള്ളവും സമൂഹത്തിലെ ഓരോ വ്യക്തികളാണ്. ഓരോ സമൂഹത്തിലുള്ള ഓരോ വിദ്യാർത്ഥി ഒരു ബൊമ്മയുടെ രൂപത്തിലാണ്. ഒന്നാമത്തേത് സ്പോഞ്ച് കൊണ്ടുള്ള ഒരു ബൊമ്മയുടെയാണ്, ഒരു വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തേത് സ്വർണം കൊണ്ടുള്ള ഒരു ബൊമ്മയാണ്. മൂന്നാമത്തേതില് ഇരുമ്പ് കൊണ്ടുള്ള ഒരു ബൊമ്മയാണ്. നാലാമത്തേത് ചന്ദനത്തടി കഷ്ണം കൊണ്ടുള്ള ഒരു ബൊമ്മയാണ്. ഇത് 4 തരം വിദ്യാർത്ഥികളാണ്. തീർച്ചയായിട്ടും ഇതിൽ ആരാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി? എന്തുകൊണ്ട് പറഞ്ഞോളൂ. ഏതാ? എത്ര പേര് സ്പോഞ്ച് പറയുന്നു? എത്രയും പേര് സ്പോഞ്ച് നോട്ട് ചെയ്യാണ്. സ്വർണത്തിൽ നോട്ട് ചെയ്യുന്നവരെ വെക്കൂ. ആരുമില്ല. സ്വർണത്തിനെ കഴിഞ്ഞു. ഇരുമ്പ് നോട്ട് ചെയ്യുന്നവരെ വെക്കൂ. ആരുമില്ല. ചന്ദനത്തിൽ നോട്ട് ചെയ്യുന്നവര് കേൾക്കൂ. ഒരാൾ എഴുതിക്കും. സ്പോഞ്ച്. അപ്പോ നമ്മുടെ എന്തിനാ വിദ്യാഭ്യാസത്തിൽ പോണത്? നല്ല പഠിച്ച് നല്ല ജോലി കിട്ടി നാളെ ഇന്ത്യക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കുട്ടികൾക്ക് എനിക്ക് പറയാവുന്നതാണ്. ഡോണ്ട് തിങ്ക് വാട്ട് ഇന്ത്യ ക്യാൻ ഡു ഫോർ യു, ബട്ട് തിങ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്